നമസ്കാരം. ഇന്ന് ലോക പ്രമേഹ ദിനം. പ്രായഭേദമന്യേ പ്രമേഹം കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രമേഹ രോഗത്തെക്കുറിച്ചും ആ രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചും നമുക്ക് മറുപടി നൽകുന്നതിനായി ഡോക്ടർ ജബ്ബാർ ചേരുന്നുണ്ട്. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസിലെ ഡയറക്ടറും സിഇഒയുമാണ് ഡോക്ടർ ജബ്ബാർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, എന്താണ് പ്രമേഹം? പ്രമേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രധാനമായി 3 ഘടകങ്ങൾ അല്ലെങ്കിൽ 4 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് അന്നജം. അന്നജം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. രണ്ടാമത്തേത് പ്രോട്ടീൻ. മൂന്നാമത്തേത് കൊഴുപ്പ്. നാലാമത്തേത് കുറച്ച് വൈറ്റമിൻസും കുറച്ച് മിനറൽസും. ഈ 4 പദാർത്ഥങ്ങളെയും നാം കഴിച്ചതിന് ശേഷം ശരിയായ രീതിയിൽ നമ്മളുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യാനായിക്കൊണ്ടുള്ള ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. ഇൻസുലിൻ പ്രധാനമായും സ്വാധീനിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെയാണ്. പക്ഷേ പ്രധാനമായിട്ടാണെങ്കിലും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കൊഴുപ്പിൻ്റെയും പ്രോട്ടീൻ്റെയും മെറ്റബോളിസത്തെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരിയായ എഫക്റ്റീവായ ഇൻസുലിൻ്റെ അളവ്, നിശ്ചിത അളവ് എപ്പോഴും ശരീരത്തിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതെത്രയാണ് എന്നെല്ലാം നമുക്ക് പിന്നെ പരിശോധിക്കാം. അത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിൽ വളരെയധികം അധികരിക്കും. രണ്ടാമത്തെ പ്രശ്നം, കാർബോഹൈഡ്രേറ്റ് കൂടുന്നതോട് കൂടെ തന്നെ കൊഴുപ്പും കൂടും. അങ്ങനെ വന്ന് ആകെപ്പാട് ഇൻസുലിൻ്റെ അഭാവം ശരീരത്തിലെ മെറ്റബോളിസം താറുമാറാക്കും എന്ന് ആ ഒരവസ്ഥയാണ് പ്രമേഹം എന്ന് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 2 തരത്തിലുള്ള പ്രമേഹമുണ്ട്. ആദ്യത്തേത് ശരീരത്തിൽ ഇൻസുലിൻ പാടെ ഇല്ലാതാകുന്ന അവസ്ഥ. രണ്ടാമത്തേത് ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇതിനെ നമ്മൾ ടൈപ്പ് 2 എന്ന് പറയും. മറ്റ് പല തരത്തിലുള്ളതായ ചെറിയ ഒരു സബ് ഡിവിഷൻസ് ഉണ്ട്. അത് നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയേണ്ടത് ഡോക്ടർമാർക്കാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത്? സത്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കാരണം മനസ്സിലായിട്ടില്ല. പല കാരണങ്ങളാകാം. ഒരുപക്ഷെ നമ്മളുടെ ജനിതകമായ കാരണങ്ങളാകും. തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേക ഒരു സ്വാധീനമുണ്ട്. രണ്ടാമത്തത്, നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒന്ന് അമിതവും അതിൻ്റെ പാചകത്തിൽ വരുന്നതായ അശാസ്ത്രീയമായ വശങ്ങൾ. മൂന്നാമത്തെ പ്രശ്നം നമ്മളുടെ വ്യായാമമില്ലായ്മ. നാലാമത്തെ പ്രശ്നം നമ്മളുടെ ചില തരത്തിലുള്ളതായ മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. പിന്നെ വളരെ കുറച്ച് വ്യക്തികൾക്ക് ശരീരത്തിൽ മറ്റ് ഹോർമോണുകൾ, ഉദാഹരണമായിട്ട് കോർട്ടിസോൾ ഹോർമോൺ കൂടുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് വളരെ കൂടുന്നതായ ചില അസുഖങ്ങളുമുണ്ട്. ആ കാരണങ്ങളെ കൊണ്ടും വരാം. മറ്റ് ചില കാരണങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാൻക്രിയാസിൽ നിന്നാണ്. പാൻക്രിയാസിന് കേട് സംഭവിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും പ്രമേഹം ഉണ്ടാകാം. ഞാൻ പറഞ്ഞു വരുന്നത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കാരണങ്ങളെ കൊണ്ടാണ് സാധാരണയായി നമുക്ക് ഡയബറ്റീസ് കണ്ടുവരുന്നത്. പിന്നെ ഒരു വ്യക്തി ചോദിക്കുകയാണ്, ഇതൊക്കെ തന്നെയേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, മറ്റു പലതും ഉണ്ട്. പക്ഷെ പലതും നമുക്ക് ശാസ്ത്രീയമായ തെളിവോടുകൂടെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഡോക്ടർ, പ്രമേഹത്തിൻ്റെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? ഒന്ന്, അമിതമായ ദാഹം. വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ വാർണിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
പക്ഷേ ഇതൊക്കെ ആണ് ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. പക്ഷേ ഇത് വരുന്നത് വളരെ അഡ്വാൻസ് ആയ ഡിസീസിലാണ്. ഇപ്പം മാഡം ചോദിച്ചതിന് കുറച്ചും കൂടി ഒന്ന് രണ്ട് മൂന്ന് സയൻസ് ഞാൻ പറയാം. നമ്മളുടെ പ്രൈവറ്റ് പാർട്സിൽ വല്ലാതെ ഇച്ചിങ് അല്ലെങ്കിൽ കൂടുതൽ അഴുക്കുകൾ കയറി കൂടുന്ന ഒരവസ്ഥ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇതുണ്ടെങ്കിൽ പ്രമേഹമുണ്ടോ എന്ന് നോക്കേണ്ടത് നിർബന്ധം. രണ്ടാമത്തെ കാര്യം, നമ്മൾക്കറിയാം നമ്മളെല്ലാം വയ്ക്കുന്ന കണ്ണാടി അല്ലെങ്കിൽ സ്പെക്സ്. ഇന്ന് ഞാൻ മാറ്റി, ഒരു മാസം കഴിഞ്ഞ് മാറ്റുന്നു, ഒരു പക്ഷേ അതാ ഒരു പ്രമേഹത്തിൻ്റെ ഒരു വാണിംഗ് സൈനാവാം, ലക്ഷണമാവാം. മൂന്നാമത്തെ, എപ്പോൾ നോക്കിയാലും കയ്യിലും കാലിലും ഒരു തരിപ്പ് പെരുപ്പ് ആവാം. സ്ഥിരമായിട്ട് മറ്റൊരു ലക്ഷണം, വയ്യ, അമിതമായ ക്ഷീണം. എന്ത് ചെയ്താലും ഉറങ്ങിയാലും ക്ഷീണം തീരുന്നില്ല, എനിക്ക് ഉറങ്ങിയാൽ മതി, ഒരു പക്ഷേ അതാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളെ കാണുന്നുള്ളൂ. ഷുഗർ ലെവൽ പെട്ടെന്ന് കുറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഡോക്ടർ? കുറഞ്ഞു വന്നാൽ കരുതാം. എന്ത് ചെയ്യും? വീട്ടിൽ എന്ത് ഭക്ഷണം, ചിലപ്പോൾ ചോറുണ്ടാവും അവിടെ, ബ്രെഡ് ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ഒന്നിനിപ്പോൾ കുറച്ച് പായസം ഉണ്ടെന്ന് എഴുതിക്കോ, ഒന്നും പറ്റില്ല, കുറച്ച് ബിസ്ക്കറ്റ് കഴിക്കുക. എന്താണ് അവിടെ ഉള്ളത്? സായിപ്പ് പറയുന്നത് ജ്യൂസൊക്കെ കഴിക്കാം. നമ്മളൊക്കെ മലയാളികളല്ലേ, മലയാളികൾക്ക് അത് പറ്റണമെന്നില്ല. കിട്ടുന്ന ഭക്ഷണം, ചിലരൊക്കെ ഗ്ലൂക്കോസ് കൊണ്ട് നടക്കും, അതിലൊന്നും അർത്ഥമില്ല. ഒന്നിന് പിന്നെ മിഠായി കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കിട്ടുന്ന ഭക്ഷണം കഴിക്കുക. അതിനുശേഷം പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കേണ്ടത്, ആ സംഭവത്തിന് ശേഷം കഴിക്കുന്നതായ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് വളരെ വളരെ നിർബന്ധം. അതുകൊണ്ട് ഹൈപ്പോഗ്ലൈസീമ വന്നത് കാരണം മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ചികിത്സാവിധി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പാടുള്ളൂ. ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല, ഇൻസുലിൻ എടുത്തു, നമുക്കറിയാലോ എന്താണ് കാരണം എന്നുള്ളത്, അതിൽ കുഴപ്പമില്ല. അല്ലാതെ കണ്ട് നമ്മൾ കാരണം മനസ്സിലാവുന്നില്ല, തീർച്ചയായിട്ടും അന്നത്തെ ദിവസം അന്നത്തെ രാത്രി കഴിയട്ടെ, രാവിലെ ഡോക്ടറെ പോയി കാണുക, ഡോക്ടറെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക, മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും വരുന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരാളിൽ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞാൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ആദ്യമായിട്ട് ലക്ഷണങ്ങൾ ഒറ്റ വാചകത്തിൽ പറയണം. നിങ്ങൾക്ക് നിങ്ങളുടെ രോഗിയായ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സ്വഭാവത്തിലൊരു വ്യത്യാസം വന്നു എന്ന് കരുതുക, ചെയ്തേക്കാം. ഷുഗർ കുത്തി പരിശോധിച്ച് നോക്കുക. ഒരു പക്ഷേ ഒരു പ്രമാദമായ കേസുണ്ട്, പൊട്ടിച്ചിരിക്കുന്നു രോഗി, വെറുതെ പ്രമേഹ രോഗി വെറുതെ പൊട്ടിച്ചിരിക്കുന്നു, ഒരു പക്ഷേ അത് ഹൈപ്പർഗ്ലൈസിമി ആവാം. ഞാൻ പറയുന്നത്, ഒരു വിധത്തിലുള്ളതായ ലക്ഷണങ്ങൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രക്തം പരിശോധിക്കണം. ചില ലക്ഷണങ്ങളും കൂടെ പറയാം. അമിതമായ വിശപ്പ്, വേർക്കുന്നു, ഹൃദയം ഇടിക്കുന്നു, ആകപ്പാടൊരു വെപ്രാളം, ഇതൊക്കെ ഷുഗർ കുറഞ്ഞതാകാം. അതുകൊണ്ട് ആ സമയത്തും ശരീരത്തിലെ രക്തം നോക്കി മനസ്സിലാക്കുക. ഒരു തെറ്റായ ധാരണ കൂടെ ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷുഗർ കുറഞ്ഞാലും കൂടിയാലും ലക്ഷണങ്ങൾ ഒരേ മാതിരി വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നേരിട്ട് പോയിട്ട് ഗ്ലൂക്കോസ് വെള്ളം കുടിക്കലോ ഭക്ഷണം കഴിക്കലല്ല. ആദ്യമായിട്ട് വേണ്ടത് കുത്തി പരിശോധിച്ച് ഷുഗർ എത്രയുണ്ട് എന്ന് പരിശോധിക്കുക. അതാണ് വേണ്ടത്. യൂറിനറി ഇൻഫെക്ഷനും ഷുഗറും തമ്മിലുള്ള ബന്ധം എന്താണ് ഡോക്ടർ? യൂറിനറി ഇൻഫെക്ഷൻ വരാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരാം പഞ്ചസാര ഉണ്ടെങ്കിൽ. മറ്റിപ്പോൾ വന്നിട്ടുള്ളൊരു ചെറിയൊരു പ്രശ്നം കൂടെ, പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകളും നമ്മളുടെ പ്രൈവറ്റ് പാർട്സിലടക്കം ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഒരുപക്ഷെ പുതിയ ഇറങ്ങിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതും കൊടുക്കുന്നതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പാടുള്ളൂ എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ, ഒരു രോഗി എപ്പോഴാണ് ഇൻസുലിൻ സ്വീകരിച്ച് തുടങ്ങേണ്ടത്? നല്ല ക്വസ്റ്റ്യൻ, ചോദ്യം ബെസ്റ്റ്. ആദ്യമായിട്ട് ഒരു തെറ്റായൊരു ധാരണ, ഞാൻ ഡോക്ടർ എക്സിനെ കണ്ടു, അദ്ദേഹം എനിക്ക് 2 ഗുളിക തന്നു, അദ്ദേഹം ഗുളിക കൂട്ടി, ഷുഗർ കൺട്രോൾ ചെയ്യില്ല, ഡോക്ടർ വൈയുടെ അടുത്ത് പോയി, അദ്ദേഹം കുറേ തന്നു,
ഡോക്ടർ സെഡിൻ്റെ രീതി അദ്ദേഹം കുറേ തന്നു. തെറ്റാണ്. അധികം മരുന്ന് ശരിയായ രീതിയിൽ ശരിയായ ക്വാളിഫിക്കേഷന് ഡോക്ടർ മരുന്ന് തന്ന് കുറച്ച് കഴിഞ്ഞ് പറയാണ് ഇത് ഇൻസുലിൻ ഉപയോഗിച്ച് തുടങ്ങണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ അങ്ങ് ഉപയോഗിച്ച് തുടങ്ങാം. കാരണം അധികം ഓവർ ഡോസ് ആയിക്കൊണ്ട് മരുന്ന് നമ്മുടെ പാൻക്രിയാസിലോട്ട് എത്തിച്ചേരുന്നത് നല്ലതല്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട മരുന്നുകൾ ഒരു ഒപ്റ്റിമം ഡോസ് ആയിക്കഴിഞ്ഞാൽ ഇൻസുലിൻ തുടങ്ങേണ്ട ആവശ്യമാണ്. ഏത് ഇൻസുലിനാണ് തുടങ്ങേണ്ടത് എന്ന് നിങ്ങളുടെ ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ നോക്കേണ്ടത് ഫാസ്റ്റിംഗ് എത്ര, ഫോസ്ഫറാൻഡിൽ എത്ര, A1C എത്ര, കുറേ ഘടകങ്ങളെ പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം കൂടെ, ഒരാൾ ഗർഭിണിയായിട്ടുള്ള സമയത്ത് പ്രമേഹം ഇൻസുലിൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇൻഫെക്ഷൻസ് വന്നു ഇൻസുലിൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓപ്പറേഷൻ സമയം ഇൻസുലിൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ചില കാര്യ സമയത്ത് ഇൻസുലിൻ തന്നെ വേണം. പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, കുട്ടികളെന്ന് ഞാൻ സൂചിപ്പിക്കുന്ന 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് 30 വയസ്സ് മുമ്പ് വരുന്ന കുട്ടികൾക്ക് ഇൻസുലിനാണ് ഉത്തമം. ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സമയത്ത് ഇൻസുലിൻ ആയിരിക്കും ഉചിതം. ടൈപ്പ് 1 ഇൻസുലിൻ തന്നെ. ഇത്രയാണ് ഈ കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. ഡോക്ടർ, ഈ ഡയബറ്റിക്സ് എന്തൊക്കെ രോഗങ്ങളിലേക്ക് നയിക്കും? ഒരു ഒറ്റ വാചകത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളോട്ടും നയിക്കും. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നമുക്ക് പാരാലിസിസ് വരുന്ന അസുഖം, ഹൃദ്രോഗം, കാൽ ഛേദിച്ച് മാറ്റുന്നതായ ഒരവസ്ഥ, കിഡ്നിയുടെ വൃക്കയുടെ തകരാറുകൾ, ഞരമ്പിൻ്റെ തകരാറുകൾ, പിന്നെ മോണരോഗങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ലിവറിൻ്റെ പ്രശ്നം കൂടി വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫാറ്റി ലിവർ വളരെ കൂടി വരുന്ന കാലം. ഒരു കാലത്ത് പ്രമേഹം വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ വരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് ഇൻ്റർനാഷണലി ലിവർ മാറ്റിവെക്കുന്ന ഓപ്പറേഷന് വിധേയമാകുന്ന വ്യക്തികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഫാറ്റി ലിവറാണ്. അപ്പോൾ ലിവറിൽ ബാധിക്കാം, കിഡ്നിയിൽ ബാധിക്കാം, ശ്വാസകോശത്തിൽ ബാധിക്കാം, ഹാർട്ടിൽ ബാധിക്കാം, കണ്ണിൽ എല്ലാം മജ്ജയിൽ ബാധിക്കാം. നമ്മളുടെ മജ്ജയിൽ ബോണിൽ ബാധിക്കാം, ബോണിൽ പലതരത്തിൽ ബാധിക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ബാധിക്കുന്ന ഒരു പ്രശ്നക്കാരനാണ് പ്രമേഹം എന്ന് മനസ്സിലാക്കുക. ഡോക്ടർ, ഈ പ്രമേഹം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? ആദ്യത്തെ കാര്യം ഭക്ഷണം, 2 എക്സസൈസ്, 3 ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ മരുന്നുകൾ കഴിക്കുക. ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ വളരെ ജൂനിയർ ആയിരുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് വന്നു. അമ്മയ്ക്ക് എഴുതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൻ്റെ ഷുഗർ കുറച്ച് കൂടി. ഞാനും എടുത്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? പേഷ്യൻ്റ് വന്നത് കോമയിലാണ് വന്നത്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏത് മരുന്നാണ് ഏത് ഷുഗറിന് കൊടുക്കണമെന്ന് അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടർ, കാസർഗോഡുള്ള ഡോക്ടറെ കണ്ടാൽ മതി, ഒരു കുഴപ്പമില്ല. കാണുക, ചികിത്സിക്കുക, എഫക്റ്റീവായിട്ട് മോണിറ്ററിങ് ചെയ്യുക. ഷുഗർ മാത്രം പോരാ, കണ്ണിന് ബാധിച്ചോ, കിഡ്നിക്ക് ബാധിച്ചോ, ഹാർട്ടിന് ബാധിച്ചോ, കൊളസ്ട്രോൾ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പറ്റം ദൂഷ്യഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു ഡയബറ്റീസ് ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു എന്ന് പറയാൻ കഴിയുള്ളൂ. ഞാൻ ഊന്നി പറയുകയാണ്, മരുന്നുകൾ അല്ല ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം നിർബന്ധം. അതില്ലാതെ എന്ത് മരുന്ന് കഴിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും വരാൻ പോകുന്നില്ല. വിലപ്പെട്ട സമയം ഡോക്ടർ നമുക്ക് വേണ്ടി ചെലവഴിച്ചു. ഒരുപാട് സംശയങ്ങൾക്ക് നമുക്ക് മറുപടി തന്നു. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കിട്ടട്ടെ. അത് തന്നെയാണ് ഇപ്രാവശ്യത്തെ തീം, ഡയബറ്റീസിൻ്റെ വെൽബീയിങ്. നമുക്ക് മനസ്സിലാക്കുക, ചികിത്സിക്കുക, അഡ്വൈസ് കൊടുക്കുക, നല്ല രീതിയിൽ കൊണ്ടു നടക്കുക. താങ്ക് യു ഡോക്ടർ.